മിക്കവാറും എല്ലാ ഫാമിലിയിലും ഇങ്ങനെയായിരിക്കും അല്ലേ? വലിയ ടൂറൊക്കെ പ്ലാൻ ചെയ്യും. എന്നിട്ടോ അതൊട്ടും നടക്കുകയില്ല. എന്നാൽ ചുമ്മാ എവിടെയെങ്കിലും വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ എങ്ങോട്ടേലും പോവാന്നും പറഞ്ഞ് ഒറ്റപ്പോക്കങ്ങ് പോകും. അങ്ങനെയുള്ള ഒരു പ്ലാനിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് സേബക്കുട്ടിക്ക് ഇതേ കുറെ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ചായമിനെ നോക്കിക്കേ, എന്താ ചിരി. ആദ്യമായിട്ട് ചുരിദാർ ഇടുന്നതാണേ. അമ്മയുടെ രണ്ട് കൈയും പാടില്ലാത്തതുകൊണ്ട് ചായ എടുക്കലൊരു ടാസ്ക് ആണ്. അതുകൊണ്ട് ഒരു ചുരിദാറും കിട്ടുകൊടുത്തു. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? കൊതകലങ്കാർക്ക് പെട്ടെന്ന് വീട്ടിൽ ആരെങ്കിലും വന്നാൽ കൊണ്ടുപോകാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം ഏതാണ്? നമ്മുടെ ഭൂത്താങ്കട്ട്. എന്നാൽ പിന്നെ എല്ലാവരെയും കൂട്ടി അങ്ങോട്ട് തന്നെ പോകാം. വനത്തിലോട്ട് പോകുന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ പോയത്. സമയം എത്രയായിരുന്നു അറിയാം? വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 3 മണി. അവിടെ ചെന്നപ്പോൾ ഭയങ്കര ഇടിവെട്ടലൊക്കെ. എന്നിട്ട് മഴയോട്ട് പെയ്തോ? ഇല്ലതാ. മഴയൊക്കെ ചുമ്മാ പറഞ്ഞു പറ്റിപ്പാണ്. ഏതായാലും പെയ്യില്ലാന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞങ്ങൾ പ്ലാൻ മാറ്റി പിടിച്ചു. വനം പോയെങ്കിൽ വനം പോട്ടെ. ഞങ്ങൾ ബോട്ടിംഗ് അങ്ങ് തെരഞ്ഞെടുത്തു. ഒരാൾക്ക് 250 രൂപയാണ്. ഞങ്ങൾ 10 പേരുണ്ടായിരുന്നോണ്ടാണോ എന്ന് അറിഞ്ഞൂടാ, പിള്ളേരുടെ പൈസ ഒന്നും എടുത്തിട്ടുണ്ടായില്ല. ബോട്ടിൽ നല്ല അടിച്ചുപൊളി പാട്ടൊക്കെ വെച്ചിട്ടാണ് പോണേ. അപ്പൊ നമ്മൾ ഫാമിലിയിൽ എല്ലാവരും ഉണ്ടെങ്കിൽ നമുക്ക് 1 മണിക്കൂർ നന്നായിട്ട് ബോട്ടിനകത്തിരുന്ന് എൻജോയ് ചെയ്യാട്ടോ. പിന്നെ ഈ ബോട്ടിൽ പോകുമ്പോൾ നമ്മൾ കടലിലോ കായലിലൊക്കെ പോകണ പോലെ ഇങ്ങനെ ഓളം വെട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഛർദ്ദിക്കാൻ വരുമോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. 1 മണിക്കൂർ പ്രകൃതി രമണീയതയൊക്കെ കണ്ട് തിരിച്ചു വരാം, അത്രയോ. ദൂരെ നിന്നൊക്കെ വന്നവരാണെങ്കിലേ കോതമംഗലം ഒരു 1 ഡേ ട്രിപ്പിനുള്ള വകയൊക്കെ തന്നെ ഉണ്ടല്ലേ. നമ്മുടെ ഇഞ്ചത്തൊട്ടിയും ഭൂത്താങ്കെട്ടും തട്ടേക്കാടൊക്കെ ആയിട്ട് ഒരു ദിവസം മൊത്തം കറങ്ങാനുള്ള വകയൊക്കെ ഞങ്ങളുടെ കോതമംഗലം. രാവിലെ പോകുന്നു കഴിഞ്ഞാൽ തട്ടേക്കാട് പശുസങ്കേതത്തിലൊക്കെ പോയി ആ ബട്ടർഫ്ലൈ പാർക്കിലൊക്കെ പോയി കുറച്ചു നേരം അതിലൊക്കെ നടന്നിട്ട് നമ്മുടെ ഭൂതത്താങ്കെട്ടിൽ വന്ന് പിള്ളേരെ ഇച്ചിരി നേരമൊക്കെ പാർക്കിലേക്ക് കളിപ്പിക്കാം, ഡാമിക്കടയൊക്കെ നടക്കാം, അതുകൊണ്ട് ഒരു ബോട്ടിങ്ങിനൊക്കെ പോവാം, ഇതുകൊണ്ട് എവിടെയൊക്കെ പോവാന്നേ. അടിപൊളി. ഒരു ദിവസം എല്ലാവരും കോതമംഗലത്തിന് അങ്ങനെ ഞങ്ങൾ ബോട്ടിങ് കഴിഞ്ഞ് ഇറങ്ങിട്ടോ. അവിടെ നിന്ന് കറുകപ്പട്ടയുടെ അല്ല ഇവരെല്ലാവരും കൂടി പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഇഞ്ചത്തൊട്ടിയിലോട്ടാണ് കേട്ടോ. അവിടെ ഇപ്പൊ അത്യാവശ്യം കച്ചവട സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പാലത്ത് കയറുമ്പോണ്ടല്ലോ ഏതെങ്കിലും തലതെറിച്ച ആൾക്കാരുണ്ടെങ്കിൽ ഈ പാലോട്ട് ഇളക്കൂട്ടോ. അപ്പൊ നമുക്ക് ചെറുതായിട്ടൊന്ന് പേടി വെക്കാം. ചായ കുടിക്കാണ്ട് പാലം കിടന്ന് ഞങ്ങൾ ഇപ്പറ വന്നേ. ഇവിടെ വന്നപ്പോ കുറെ ഉപ്പിലിട്ടതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ നിന്ന് ചെറുതായിട്ട് ഓരോന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പൈനാപ്പിളാണ് വാങ്ങിച്ചത്. എല്ലാവർക്കും വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല, എനിക്കും വലിയ ഇഷ്ടപ്പെടുന്നില്ല. എന്നാലും ഒരു കഷ്ണം ഞാനങ്ങ് തിന്നു. അത് കഴിഞ്ഞ് കുറച്ചു നേരം മീൻസ് പാക്ക് വേണ്ടി വെള്ളത്തിൽ കാലിട്ടിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു മീനും വന്നില്ല. അതിനുശേഷം അവിടെ പോയി നിന്ന് കഴിഞ്ഞപ്പോൾ കുറെ മീനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പാലം കിടന്നിട്ട് ചായ കുടിക്കാൻ പോയി ഞങ്ങൾ ശരിക്കും ചമ്മി പോയിട്ടോ. തിരിച്ചു വന്നപ്പോഴേക്കും കടക്കാരെല്ലാം കട പൂട്ടി പോയിണ്ടായിരുന്നു. അവർ താമസിക്കണെല്ലാം അക്കരയായിരുന്നു. ഏതായാലും ഒരു ചേച്ചിയുടെ ചേട്ടന്റെയും കട അവിടെ ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് നല്ലൊരു കാന്താരി സോഡയും ചായയൊക്കെ കുടിച്ചിട്ടോ. ഇവരുടെ കട മാത്രമേ ഉള്ളൂ കേട്ടോ. സന്ധ്യ ആയി കഴിഞ്ഞാൽ അവരാണ് അവിടെ താമസിക്കുന്നവരാണ്. അതുകൊണ്ട് അവർ കട പെട്ടെന്നൊന്നും അടയ്ക്കില്ല. ഇതിന്റെ ഇടയിൽ ഞങ്ങൾ ചെറിയതായിട്ട് ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അതുകൊണ്ട് ആനയൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് ഞങ്ങൾ റിട്ടേൺ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.